ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ സാമ്പത്തിക മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിപ്ലവകരമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. 2014 ഓഗസ്റ്റ് 28-ന് ആരംഭിച്ച ഈ പദ്ധതി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കി. ജൻധൻ യോജനയുടെ ഏറ്റവും ആകർഷകമായ സവിശേഷതകളിൽ ഒന്നാണ് അക്കൗണ്ടിൽ പണമില്ലാത്ത സാഹചര്യത്തിലും പണം പിൻവലിക്കാൻ അനുവദിക്കുന്ന ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം. സാമ്പത്തിക പ്രതിസന്ധികൾ ആർക്കും എപ്പോഴും സംഭവിക്കാം. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയൊരു കച്ചവടം തുടങ്ങാനുള്ള മൂലധനം എന്നിവയ്ക്കായി സാധാരണക്കാർ പലപ്പോഴും കൊള്ളപ്പലിശക്കാരായ സ്വകാര്യ പണമിടപാടുകാരെയാണ് ആശ്രയിക്കാറുള്ളത്. ഈ ചൂഷണത്തിന് അന്ത്യം കുറിക്കാനാണ് ജൻധൻ അക്കൗണ്ടുകളിലൂടെ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം സർക്കാർ ലഭ്യമാക്കിയത്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിലവിൽ ബാലൻസ് ഒന്നുമില്ലെങ്കിലും ബാങ്കിൽ നിന്നൊരു നിശ്ചിത തുക വായ്പയായി പിൻവലിക്കാൻ അനുവദിക്കുന്ന സംവിധാനമാണിത്. ഇതൊരു തരം ചെറിയ കാല വായ്പയാണ്. പദ്ധതിയുടെ തുടക്കത്തിൽ ഈ തുക 5000 രൂപയായിരുന്നു. എന്നാൽ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് കേന്ദ്ര സർക്കാർ ഈ പരിധി 10000 രൂപയായി ഉയർത്തി. അടിയന്തര സാഹചര്യത്തിൽ പണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ തുക വലിയൊരു ആശ്വാസമാണ്. എല്ലാ ജൻധൻ അക്കൗണ്ട് ഉടമകൾക്കും ഉടൻ തന്നെ ഈ തുക പിൻവലിക്കാൻ സാധിക്കില്ല. ഇതിനായി ബാങ്കുകൾ ചില മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ഓവർ ഡ്രാഫ്റ്റിനായി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജൻധൻ അക്കൗണ്ട് ആരംഭിച്ച് കുറഞ്ഞത് 6 മാസമെങ്കിലും പൂർത്തിയായിരിക്കണം. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ അക്കൗണ്ടിൽ കൃത്യമായ ഇടപാടുകൾ നടന്നിരിക്കണം. സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്ക് വരികയോ പണം നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്ന സജീവമായ അക്കൗണ്ടുകൾക്ക് മുൻഗണന ലഭിക്കൂ. അപേക്ഷകന് കുറഞ്ഞത് 18 വയസ്സ് തികഞ്ഞിരിക്കണം.